ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്ലാൻഡ് ആയിട്ട് എടുത്ത വീഡിയോ അല്ല. കുറച്ചധികം കമൻസും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. കമൻസ് എന്നല്ല, കുറച്ചധികം പ്രെയർ വീഡിയോസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് വന്ന് കിടക്കുന്നുണ്ട്. ആ വീഡിയോ പോലും ചെയ്യാതെ ഞാൻ ഈ വീഡിയോ ഓടി വന്ന് ചെയ്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞത്, ഈ വീഡിയോ ഓടി വന്നിങ്ങനെ ഓടിപ്പടിച്ച് വന്നിട്ട് ചെയ്യണം, ഞാൻ പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ അല്ലാത്തത് കൊണ്ട് ഓടി വന്നിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ഒരു പള്ളിയിൽ പോയിരുന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ രാവിലെ തൊട്ട് ഏകദേശം ഒരു ഉച്ച വരെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഒരാവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ എനിക്ക് അവിടെ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം തോന്നി. അങ്ങനെ ഞാനിരുന്ന് വൈകുന്നേരമായിരുന്നു എൻ്റെ ആവശ്യം നടക്കുക ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെ ഏകദേശം ഒരു 2-3 മണി വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ഒരു രീതിയിൽ ഞാനൊരു വിഷമത്തിലൂടെ, എനിക്ക് കുറച്ച് വിഷമങ്ങളും സങ്കടങ്ങളിലൂടെ കടന്നു പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത് പള്ളിയാണ്, ദേവാലയമാണ്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കണു. പോരാറായപ്പം എനിക്കെന്തോ ഞാൻ അങ്ങോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ ഈശോയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈശോ എന്താണ് എൻ്റെ അടുത്ത് പറയണതെന്ന് എനിക്കറിയത്തില്ല. ആ കാര്യത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടോ ഈശോ എന്താണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനിത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണിൽ നമ്മുടെ ബൈബിൾ ആപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കയറി ഞാനിങ്ങനെ ബൈബിള് അത് തുറന്ന് നോക്കിയപ്പം എനിക്ക് കിട്ടിയ ഒരു വചനം, ആ വചനം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയി. അത് എനിക്കറിയത്തില്ല, അത് ആ ഒരു വചനത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ ആ ഒരു വചനം എനിക്ക് തന്ന ആ ഒരു സമാധാനം എന്താണെന്ന് ആ സമയത്താണ് ഞാൻ കൂടുതലായിട്ടും മനസ്സിലാക്കിയതും അറിഞ്ഞതും. അപ്പോൾ ആ വചനം ഞാനൊന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ അടുത്ത്. ആ വചനം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറ്റുവാണെങ്കിൽ ഞാൻ അതിനകത്തേക്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ വചനം ഏതാണെന്ന് ചോദിച്ചാൽ, റോമ 8-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. അതിനകത്ത് ഒരു വാക്യമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ അത് മുഴുവൻ എനിക്കത് വായിക്കാൻ തോന്നി, അങ്ങനെ വായിച്ചു. എനിക്ക് കിട്ടിയ ആ വചനം, ആ വാക്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഭാഗം ആദ്യം തൊട്ട് വായിക്കാം. എനിക്കത് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. കാരണം നമ്മൾ അത്രയും വിഷമിച്ചിരിക്കുന്ന, നമ്മുടെ എന്താ പറയുക, ഇപ്പം ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല അത്. അപ്പം നമ്മൾ ഒരുപാട് പേര്, എല്ലാവരും തന്നെയും ഒരുപാട് വിഷമത്തിലൂടെ സങ്കടത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പം ഞാനിങ്ങനെ വചനം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വിഷമമില്ല എന്നൊന്നുമല്ല. എനിക്കും വിഷമവും സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ട്. അപ്പം ആ ഒരു മൊമെൻറ്റിലൂടെ കടന്നു പോയപ്പം ദൈവം എനിക്ക് തന്ന എന്നോട് സംസാരിച്ച കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഞാനിത് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് ഒരുപാട് പേര് മെയിൽ അയക്കുന്നുണ്ട്, റിക്വസ്റ്റ് നിയോഗമായിട്ട് അയക്കുന്നുണ്ട്. അപ്പം അവരുടെ നിയോഗങ്ങളും നമ്മുടെ യൂട്യൂബിൽ നമുക്ക് കിട്ടുന്ന നിയോഗങ്ങളും എല്ലാം ഒരുപാട് വിഷമം നിറഞ്ഞ കാര്യങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ അവർ സഫർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്ത് പ്രാർത്ഥന റിക്വസ്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പം എനിക്കൊരു വിഷമം വന്ന് ഞാൻ ഓടിപ്പോയി ഈശോയുടെ അടുത്ത് പോയി ഇരിക്കും, സംസാരിക്കും. അപ്പം നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാൽ മാത്രം പോരല്ലോ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കാര്യമാണല്ലോ. അപ്പം ഈശോ എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബൈബിൾ എടുത്ത് തുറന്ന് നോക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ബൈബിൾ താഴെ അത് പൊക്കി വെച്ച് എൻ്റെ മുഖം കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വായിക്കുന്നത് ജസ്റ്റ് ഞാൻ വായിച്ചു പോകാം. ബാക്കിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇത് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഞാനിത് ജസ്റ്റ് വായിക്കാം. എനിക്ക് ഇതിൻ്റെ ഒരു ഹെഡിങ് ആയിട്ട് പറയാനുള്ള, വെളിപ്പെടാനിരിക്കുന്ന മഹത്വം എന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം അത് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ വായിച്ചെനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സമാധാനം കിട്ടി. ഞാൻ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയി. ഞാൻ എന്തിനെക്കുറിച്ചാണോ പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യത്തിനാണോ വിഷമിച്ചിരുന്നത്, ആ ഒരു വിഷമത്തിന് ഞാനിതിന് മുന്നേ ഡെയിലി ബ്ലെസ്സിങ് കൂടി എനിക്ക് അങ്ങനെ ഒരു അനുഭവം, ഒരു അനുഗ്രഹം എനിക്കുണ്ടായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്കിതും തോന്നിയത്. അപ്പോൾ പെട്ടെന്ന് വന്ന് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ശരിക്കും വീഡിയോ ഇടാനിരുന്നൊന്നുമല്ല.
കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് ഇടുന്നില്ല, കുറച്ച് കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. അപ്പം 2, 3 റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലും ഞാൻ ചെയ്യാതെ ഇത് ഞാൻ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതെനിക്ക് പറയണം. എനിക്കത് എന്താ പറയുക, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആണ്. ഒരു കുഞ്ഞു ബ്ലെസ്സിങ് എന്നാൽ പോലും എനിക്കത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാട്ടോ വേഗം ഓടി വന്നത് പറയുന്നത്. അപ്പോൾ എന്തായാലും ബൈബിള് കൈവച്ചുകൊണ്ട് ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല. ഞാനിത് വായിക്കാം. റോമ 8-18 മുതലുള്ള തിരുവചനം കേട്ടോ. വെളിപ്പെടാനിരിക്കുന്ന മഹത്വം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവന്റെ അഭീഷ്ടപ്രകാരം. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. താൻ കാണുന്നതിനെ ഒരുവൻ എന്തിന് പ്രത്യാശിക്കണം? എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും. ഇത് കുറച്ചധികം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും വായിച്ച് നിർത്തുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പറഞ്ഞതാണ് എന്നോട് തന്നെ തോന്നിയൊരു കാര്യം. അപ്പോൾ പ്രാർത്ഥിക്കണ സമയത്ത് കുറച്ച് ഞാൻ ഡൗൺ ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. മീൻസ് ആ ഒരു സമയത്ത് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കണ സ്ഥിരതയോടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥന ഒരു നിയോഗമായിരിക്കും. ആ നിയോഗം വഴി ഈശോയിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ തടസ്സങ്ങൾ തരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വായിച്ചു കഴിഞ്ഞപ്പം എനിക്കങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ആ പ്രാർത്ഥന സ്ഥിരതയോടെ കണ്ടിന്യൂസ് ആയിട്ട് പോകണം. ഇപ്പം നമുക്കൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് കിട്ടിയില്ല, അതിപ്പോൾ കിട്ടിയില്ല എന്നേ ഉള്ളൂ, പിന്നെ നമുക്ക് ദൈവം തരും. അപ്പം ഇപ്പം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ഒരു കിട്ടിയില്ല എന്നറിയുന്ന ആ നിമിഷം വരെ അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് പോകണം. സ്ഥിരതയോടെ പ്രാർത്ഥനയിൽ എപ്പോഴും സ്ഥിരതയോടെ ആയിരിക്കണം എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. അപ്പം എനിക്കങ്ങനെ തോന്നി. എൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്കങ്ങനെ തോന്നി. ഇപ്പം പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ തോന്നി. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നിയോഗങ്ങളൊന്നും സാധിക്കുന്നില്ലാതെ വിഷമിച്ചിരിക്കുന്നവരാണ് എല്ലാവരും. ഓരോരോ നിയോഗങ്ങൾ ഈശോയുടെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ഡിലേ ഒക്കെ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ്. ദൈവം അതിപ്പോൾ തന്നില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തരും. അപ്പോൾ ആ കുറച്ച് കഴിയുന്ന സമയം വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം, അതിന് വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ക്ഷമ ഒട്ടും ഇല്ലാത്ത ഒരാളാണ്. ഞാനങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പം ഓരോരോ ലൈഫിൽ വരുന്ന ഓരോരോ തടസ്സങ്ങളിലാണ് നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പം എന്താ പറയുക, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് വേഗം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിട്ടോ. പിന്നെ ഞാനൊരു തിരുവചനപ്പെട്ടി മേടിച്ചിട്ടുണ്ട്. ഇത് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് തോന്നി അങ്ങനെ ഇട്ടതാട്ടോ ഷോർട്ട് വീഡിയോ. അത് ഭയങ്കരമായിട്ട് ഞാനൊരു കുഞ്ഞ് ബുക്ക്, ചെറിയൊരു ബുക്കാണ്. ഇതിനു മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിലും കുറച്ചുകൂടി ഇതുപോലത്തെ എൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ വീട്ടിൽ വെച്ചിട്ട് പോന്നു. അതുകൊണ്ട് എനിക്ക് ഇത് ഒരെണ്ണം വേണമെന്ന് തോന്നി, അങ്ങനെ ഞാനിത് മേടിച്ചാട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയൊരു കാര്യം തിരുവചനം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുക, വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകാനായിട്ട് ഇറങ്ങുമ്പം ഈ ഒരു വചനം എടുത്ത് നമുക്ക് വായിച്ച് ഒക്കെ പോകാനായിട്ട് ഭയങ്കര മൊബൈലിൽ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഒരു വിശ്വാസം നമുക്ക് എന്താ പറയുക, നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ എന്നല്ല. അപ്പം മുന്നോട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പോവാനായിട്ട് ശ്രമിക്കുക. അപ്പം നാളെ എന്ത് സംഭവിക്കും, നാളെ എന്തായിരിക്കും, അങ്ങനെ വിചാരിച്ചുകൊണ്ട് അകലപ്പെട്ടുകൊണ്ടിരിക്കേണ്ട. പറഞ്ഞിട്ടില്ലേ വചനത്തിൽ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട, നാളത്തെ ദിനം തന്നെ അതിനെ പറ്റിയിട്ട് ആകുലപ്പെട്ടുകൊള്ളും എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പം എന്താ പറയുക, അതിനെ പറ്റിയിട്ട് ആകുലപ്പെടാനായിട്ട് നമ്മുടെ വിഷമത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് എന്താണോ നമ്മൾ വിഷമം അനുഭവിക്കുന്നത്, അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നാളെക്കുറിച്ച് നമുക്ക് എന്താ പറയുക, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ കൂടെ എല്ലാവരുടെയും കൂടെ ഈശോയും പരിശുദ്ധ അമ്മയൊക്കെ ഉണ്ടാവട്ടെ. എല്ലാവരും പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോവുക, ഇടയ്ക്ക് വെച്ച് മുടക്കാതിരിക്കുക. ഞാൻ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഷെയർ ചെയ്തപ്പം ആ സമയത്ത് എൻ്റെ ഉള്ളിൽ വന്ന ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇത്. എത്ര മിനിറ്റ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയത്തുള്ളൂ. അപ്പോൾ എനിവേ ഈ ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തുണ്ടാവത്തില്ല, ചിലപ്പോൾ ഒന്നും മൈൻഡിലുണ്ടാകത്തില്ല. ജസ്റ്റ് ശാന്തമായിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ അത്രയും സമാധാനം വേറെ എവിടെ പോയാലും കിട്ടത്തില്ല. ജസ്റ്റ് ഒന്ന് ശാന്തമായിട്ടിരുന്നാൽ മതി. ചിലപ്പോൾ നമുക്ക് സങ്കടം വരും, ചിലപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകും, അങ്ങനെയൊക്കെ സംഭവിക്കും. അതൊക്കെ പൊക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും. ഇപ്പം എനിക്ക് പൊതുവേ പള്ളിയിലൊക്കെ പോയിരിക്കുമ്പോൾ ഭയങ്കര സമാധാനം കിട്ടുന്നതാണ്. ഞാൻ അങ്ങനെ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഞാനൊന്ന് മറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നിങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, അതെൻ്റെ രീതിയിൽ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. ഓരോ കാര്യങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് എനിക്കൊരു മടിയില്ല. ഞാനത് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആൻഡ് കമൻറ്റ് ഇടണം. പിന്നെന്താ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ബ്ലെസ്ഡ് ആയിട്ടിരിക്കട്ടെ. ചാ